നമുക്ക് ഇങ്ങനത്തെ ചീൻചട്ടി ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ ഡേറ്റ് മൈ ലൈഫ് കാണാൻ പോകുന്നത്. നല്ല മഴ, സ്കൂളില്ല, റെഡ് അലേർട്ട്. ഇപ്പം ഭയങ്കര സുഖമാണ്. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ തിരക്കൊന്നും വേണ്ട. കുറേ ദിവസമായി ഇവിടെ ലീവ്. പിന്നെന്താ രാവിലെ ഇത് 10 മണി ടൈമാണ്. ഞാൻ ലേറ്റായിട്ടാണ്, ഇന്നലെ 3 മണിക്കാണ് ഞാൻ കിടന്നത് രാത്രിക്ക്. അതുകൊണ്ട് എണീക്കാനും കുറേ നല്ല ലേറ്റായിന്. പിന്നെ ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങിയ, മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി സ്റ്റാൻലി എന്നൊന്നും പറയാൻ പറ്റില്ല, ബോട്ടിൽ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒറിജിനൽ അല്ല, ഞാനിത് മീഷോന്ന് വാങ്ങിയതാണ്. ഇത് ഉള്ളതുകൊണ്ട് ഇത് 1 ലിറ്റർ പിന്നെ 200 ml അങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യം, ഒരു ദിവസം 2 പ്രാവശ്യം റീഫിൽ ചെയ്ത് കുടിച്ചാൽ തന്നെ നമുക്ക് ഒരു ദിവസം വേണ്ട 3 ലിറ്റർ വെള്ളത്തിൻ്റെ ഏകദേശം അടുത്തോട്ട് എത്തുമല്ലോ. അപ്പം എന്നെ പോലെ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ബോട്ടിൽ വാങ്ങി വെച്ചോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. നമ്മൾ സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റാണ് വെള്ളം കുടിക്കൽ. പക്ഷേങ്കിൽ ഞാനത് ചെയ്യലില്ലേനു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ അലൈനർ ചേഞ്ച് ആക്കേണ്ട ദിവസമാണ്, 10ാമത്തെ ദിവസം. ഓരോ 10 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ആക്കണ്ടേ. ഞാൻ പഴയതില്ലേ നല്ലോണം വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് പുതിയതെടുക്കുമ്പോൾ അതിലിട്ട് വെക്കും. എനിക്കറിയില്ല ഇതിങ്ങനെ കീപ്പ് ചെയ്യണമെന്ന്, പക്ഷെ ഞാൻ അങ്ങനെ വെറുതെ എടുത്ത് വെക്കലുണ്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട്. ഇനിയിപ്പോൾ ഈ പുതിയതാന്ന് വെക്കണ്ടേ. പുതിയ വെച്ചാലില്ലേ 2 ദിവസം നല്ല പെയിനായിരിക്കും. പിന്നെ ഞാൻ അടുത്ത ഏത് ഡേറ്റിനാണ് പുതിയത് അടുത്ത ട്രേ വെക്കണ്ടേന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ ഡേറ്റ് മറന്നു പോകും. അതുകൊണ്ട് കറക്റ്റ് ഓരോ ട്രേ എടുക്കുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കലുണ്ട്. പുതിയ ട്രേ വെച്ചാലില്ലേ എന്തെല്ലോ ഒരു ഇടങ്ങാറ് പോലെയാണ്. പല്ലിങ്ങനെ മൂവ് ആവുന്നതുകൊണ്ടായിരിക്കും 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ സെറ്റാവേ. പിന്നെ അത് നമുക്ക് ഊരി ഫുഡ് കഴിക്കാൻ തന്നെ തോന്നില്ല. എന്തോ ഒരു ഇടങ്ങാറുള്ള വേദന. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഒരു വേദന ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ബെഡെല്ലാം നോക്കിയാൽ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. ഞാൻ അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ അതതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വെക്കണം. ഞാൻ ലാഷസ് ഇല്ലേ, ഫേക്ക് ലാഷസിൻ്റെ പീസുള്ള സംഭവം ഞാൻ ട്രൈ ആക്കി നോക്കിന്. അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ ഞാൻ നേരെ താഴേക്ക് വന്ന് പിന്നെ എന്നെ ഇരുന്ന് ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഇന്നുവിനിപ്പോൾ ഇതിൻ്റെ എന്തോ ഭ്രാന്തെങ്ങാനോ. ഓളെന്നെ പഠിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷേ നല്ല രസമാണ്. കുട്ടികൾക്കാണെങ്കിൽ നേരവും കൂടും, ഫോൺ നോക്കൂല, സ്ക്രീൻ ടൈം ഉണ്ടാവില്ല. ഇത് ഇൻട്രസ്റ്റ് ഉള്ള ഗേൾസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഗേൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോഷ്യ എല്ലാം വാങ്ങിക്കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ കുറേ ക്ലാസ്സസ് എല്ലാം ഉണ്ടാവുന്നില്ലേ. അപ്പോൾ നല്ലതാണ്. കുറേ സമയം അവരിങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഭയങ്കര ഇൻട്രസ്റ്റും ആയിരിക്കും. എൻ്റെ ചെറുതിൽ ഇത്താത്ത ചെയ്യലുണ്ടേനു. പിന്നെ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല. ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പഠിക്കും, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം ഉണ്ടാക്കിയ ഇപ്പോൾ ഉള്ളൊരു ഹെയർ ബാൻഡും ഉണ്ട്, കെയ്മലിടുന്നൊരു സംഭവം പോലെ ഉണ്ടാക്കിയതാണ്. അല്ല ഇത് മുടിയിലും കെട്ടാം, കയ്യിലിടാം. നല്ല രസമില്ല കാണാൻ. ഇവളിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. ബിഗിനിങ് ആണ്, ഭയങ്കരമായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതേനു അവൾ ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനം, ഒരു ഫ്ലവർ പോലത്തെ ഒരു സംഭവം. നല്ല രസമില്ല കാണാൻ. പിന്നെ ഞാൻ കുറച്ച് നല്ല രസമുള്ള കളേഴ്സ് എല്ലാം വാങ്ങിക്കൊടുത്തു. ഇത് ഞാൻ ആദ്യം അവൾ ചെയ്യുമോ നോക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതേനു. അവൾക്ക് ആദ്യം ഇത്താത്തയാണ് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അവൾ ഫോണിൽ നോക്കിയിട്ട് ചെയ്യും. ഫോണിൽ നോക്കി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതും ടെൻഷനാവും. ഫോണിൽ പിന്നെയും സ്ക്രീൻ ടൈം കൂടുമല്ലോ. പക്ഷേങ്കിൽ പഠിച്ചു വന്നാൽ പിന്നെ അങ്ങ് ചെയ്തോളും. പിന്നെ ആദ്യം ഇങ്ങനെ ഓരോരോ ഷേപ്പെല്ലാം ഉണ്ടാക്കിന്. പിന്നെ ഓരോരോ പുതിയ നോട്ടെല്ലാം പഠിക്കുമ്പോൾ ഓൾക്ക് ഭയങ്കര പല നോട്ട്സ് ഉണ്ടാവില്ലേ ഇതിൽ. ഓൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇന്ന് നമ്മളെ ഫുഡ് ദോശയാണ്. ഇത് നമ്മളെ കണ്ണൂരുകാരെ പച്ചരി ദോശ. ഇതിന് മലപ്പുറം ഭാഗത്ത് നീർദോശ എന്ന് പറയില്ലേ. പക്ഷേ എനിക്ക് മലപ്പുറം ഭാഗത്ത് പൊടി കൊണ്ടല്ലേ കലക്കിച്ചുടുക, പക്ഷെ നമ്മൾ പച്ചരി അരച്ച് കലക്കിച്ചുടുക ചെയ്യാം.
അതാന്ന് തോന്നുന്നു ഒരു വ്യത്യാസമുള്ളത്. ബാക്കി ടേസ്റ്റെല്ലാം ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ പച്ചരി മിക്സിയിൽ അരച്ച് ചുടും, മലപ്പുറം സ്റ്റൈലിൽ പൊടി കൊണ്ട് ചുടും, അങ്ങനെയാന്ന് തോന്നുന്നത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടേനു. നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും, തലേ ദിവസം എന്തെങ്കിലും നോൺ വെജ് കറി ഉണ്ടാവും. അപ്പോൾ അതുതന്നെയാണ് മിക്കവാറും രാവിലെ നമ്മൾ എടുക്കുക. പിന്നെ രാവിലത്തെ ചായൻ്റെ മുട്ട പുഴുങ്ങിയതേനും അത്, അപ്പോൾ അതും ഞാൻ എടുത്തിന്. കാര്യം ഞാൻ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ അധികം രാവിലെ ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പാസ്ത ഉണ്ടേനു, അപ്പോൾ കുട്ടികൾക്ക് അതാ കൊടുക്കുന്നത്. ഇതും പാസ്തയും ഇന്നലെ രാത്രിക്കെത്തിയ അങ്ങനെ. പിന്നെ ഇപ്പാണെങ്കിലില്ലേ ഇവർക്ക് ന്യൂസ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാര്യം ഓരോ ദിവസം റെഡ് അലേർട്ട് ഉണ്ടാവോ, അങ്ങനെ അപ്ഡേഷൻ ഉണ്ടാവോ നോക്കാൻ വേണ്ടി കാണും. ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് അലേർട്ടെല്ലാം ഉണ്ടോയെന്ന് ഇന്നൂനെ അലുവിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്ക്. കാരണം എന്താണെന്നറിയില്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയല്ലേ, ലീവ് കിട്ടുമ്പോഴുള്ള സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട്. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടും. പിന്നെ കുറച്ച് ലീവ് ഉണ്ടെന്നേ ഉള്ളൂ, ചെയ്യാനുള്ള വർക്കെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ടാലൻറ്റ് ഫെസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സോങ് ആയാലും സ്പീച്ച് ആയാലും എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കണ്ടേ കുട്ടികൾക്ക്. അങ്ങനെ ഞാൻ അതിൻ്റെയും കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ കല്യാണമായിട്ട് 2-3 ദിവസം സ്കൂളിൽ സ്കൂളല്ല, ട്യൂഷൻ ക്ലാസ്, ആൽബിഡോൻ്റെ ട്യൂഷൻ ക്ലാസ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേനും. അതുകൊണ്ട് തന്നെ ടീച്ചർ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനും ടീച്ചറും തമ്മിൽ ഒരു പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ്. കാര്യം അവരെ പ്രോഗ്രസ് എല്ലാം അറിയാനും വേണ്ടിയിട്ടും എല്ലാം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നോന് ആൽബിഡോൻ്റെ ക്ലാസ്സസ് കൊടുക്കലുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. കാരണം വർക്കിംഗ് മദേഴ്സിന് പ്രത്യേകിച്ച് എനിക്ക് ടൈമില്ലാണ്ട് നിൽക്കുമ്പോൾ, പിന്നെ ടൈമില്ലാത്ത മാത്രമല്ല, ചില കുട്ടികൾ ഉമ്മമാർ പഠിപ്പിച്ചാൽ പഠിക്കില്ല. അവർക്ക് ഒന്നുകിൽ നമ്മൾക്ക് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ എന്തായാലും ആവില്ലല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആകുന്നുണ്ട് കേട്ടോ. എക്സാമെല്ലാം വരുന്നതല്ലേ, അപ്പോൾ ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആൽബിഡോൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ട്രാക്കിംഗ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ടീച്ചറെ കൂടാണ്ട് ഒരു മെൻറ്ററും കൂടി ഉണ്ടാവും. പിന്നെ റെഗുലറായിട്ട് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ടാവും. പിന്നെ എക്സാമിൻ്റെ എല്ലാം ടൈമിലുള്ള കോഴ്സിനാണെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം റിവൈസ് ചെയ്തിട്ട് അത് റെഫർ ചെയ്തിട്ടുള്ളതാണ് അവർക്ക് മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം കൊടുക്കും. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള ആക്ടിവിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലായാലും ഏത് ലാംഗ്വേജിലായാലും എങ്ങനെയാണ് നിങ്ങളെ കുട്ടികൾക്ക് എന്ത് ക്ലാസ്സാണ് വേണ്ടതെന്ന് അവർ അസസ് ചെയ്തിട്ട് മാത്രമേ അവർ ക്ലാസ്സസ് കൊടുക്കൂ. പിന്നെ എല്ലാ സിലബസിലുള്ള ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആൽബിഡോയിൽ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല, പല കൺഫ്യൂഷൻസും കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിലും കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ കണക്ട് ചെയ്ത് നോക്ക്. നിങ്ങൾ എല്ലാ ഡൗട്ടും അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തോ, എന്നിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം. പക്ഷേങ്കിൽ ഞാൻ അന്നും ഇന്നും ആൽബിഡോ നിങ്ങൾക്ക് ട്രസ്റ്റിൽ റെക്കമെൻഡ് ചെയ്ത് തരലുണ്ട്. കാര്യം ഒരുപാട് ഫോളോവേഴ്സ് അവരെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നല്ല ഫീഡ്ബാക്സ് തരലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നൂന് പഠിക്കാൻ വേണ്ടി ഒരു റൈം എഴുതി വെച്ച് കൊടുത്തതാണ്, പോയം എഴുതി വെച്ച് കൊടുത്തതാണ്. ക്യാപ്ഷനിൽ ഞാൻ തംബ്നെയിൽ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒന്നിക്ക് മറ്റേ റിച്ച് ഡേ ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ പണക്കാരിയുടെ ഒരു ദിവസം എന്നോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ കൊടുക്കാൻ ചാൻസ്. കാരണം നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞുതരാം. അത് ഏത് വീഡിയോ ഇല്ലാന്നറിയാം, നമ്മളെ കിച്ചണെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് നല്ല പാത്രങ്ങളെല്ലാം വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്ന സമയത്ത്, ഇപ്പോൾ ക്രോക്കറി ഐറ്റംസ്, ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞതിനും മിഡിൽ ക്ലാസ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ക്യാപ്ഷനിലും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സിന്. അന്നേരം എനിക്ക് കുറേ കമൻസ്, 1-2 ആണെങ്കിൽ ഞാനിങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കലില്ല. പൊതുവേ ഞാൻ കമൻസിന് ഭയങ്കര ഹാർഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം പോസിറ്റീവായിട്ട് കിട്ടുന്ന കമൻസ് പോലെ തന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എൻ്റെ തോട്ടിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്നവരല്ലേ ആ ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചിന്തിക്കുന്നവരും ഞാൻ സെയിം റെസ്പെക്റ്റ് കൊടുക്കുന്നു, സെയിം ഇഷ്ടം. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ചിലർ പറയും അങ്ങനത്തെ കമൻറ്റ്സ് നോക്കാണ്ട് നിന്നൂടെയെന്ന്. പക്ഷെ പറ്റൂല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ സെയിം ടൈം നല്ല കമൻസിനും അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡുള്ള കമൻസിനും നമ്മൾ റിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ നമ്മൾ നോക്കണം. അങ്ങനെ നല്ലത് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള,
ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എൻ്റെ ഫാമിലീനെ മെൻഷൻ ചെയ്ത സമയത്ത് ഒരു 5-10 ഓക്കെ, ഞാൻ ഒരു കമൻസിന് തന്നെ 200ഓളം ലൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറേ കമൻസ്, അത് നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ. പക്ഷെങ്കിൽ ആ ഒരു കമൻ്റ് അല്ലാണ്ട് എനിക്ക് മോശം രീതിയിലും കമൻറ്റ് വന്നിട്ടുണ്ടായിന് 2-3 അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയാൽ. ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞുതരാം, എനിക്ക് എൻ്റെ ഫാമിലിനെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്ത് ആ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ പിന്നെ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ കാണുമ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങുന്നത്, കുറേ പാത്രങ്ങളൊക്കെ കിട്ടുന്നത്, ഈ കാണിച്ച ഒരു പാത്രം പോലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല എന്ന് എനിക്കും അറിയാം. എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നത് നിങ്ങൾക്കും അറിയാം. ഞാൻ കുറേ പാത്രങ്ങൾ കാണിച്ചില്ലേ, ഞാൻ മിഡിൽ ക്ലാസ് അല്ല എന്ന് പറഞ്ഞാൽ. വി ഹാവ് ടീ, ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിങ്ങനെ സിൽവർ കളറായിട്ടും സ്റ്റിൽ നമ്മളിത് സിൽവർ അല്ല സ്റ്റീലായിട്ടും നമ്മളിത് യൂസ് ആക്കുന്നുണ്ട്. ഇത് പക്ഷെങ്കിൽ ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി ഉമ്മ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യാമെന്നും ആരോ പറഞ്ഞു കൊടുത്തിട്ട് നല്ല പാത്രത്തിൻ്റെ കുറച്ച് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു മറ്റേ ആ കോട്ടിങ്. അന്നേരം അതിനെ ഫുള്ള് ഉരച്ച് കളഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ യൂസ് ആക്കുന്നുണ്ട്. വേറൊരു സംഭവം കാണിച്ചുതരാം. ഈ ഒരു സംഭവം കണ്ട, ഇത് എൻ്റെ ഇപ്പോൾ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടാന്നേ, ഇതിന് എത്ര വയസ്സുണ്ട് നമുക്ക് പോലും അറിയില്ല. ഇതും നമ്മളിപ്പോൾ യൂസ് ആക്കുന്നുണ്ട്. കുറേ വർഷമായി, എന്തായാലും ഒരു 20 വർഷമല്ല എന്തായാലും പഴക്കം ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ചീൻചട്ടിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ക്രോക്കറി ഐറ്റംസ് കാണിച്ചു തരാം. ഞാൻ മിഡിൽ ക്ലാസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം. ഞാൻ ആ വീഡിയോയിൽ മിഡിൽ ക്ലാസ് എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വകയില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും പൈസ ഇല്ല, നമ്മൾ പോരാന്ന്, നമ്മൾ പാവപ്പെട്ടവരാന്ന് നല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനെ. ഷാമി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഷാമി മിഡിൽ ക്ലാസ് എന്നല്ലേ പറഞ്ഞേന്നു. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങാൻ പറ്റാത്ത, ഫുഡ് കഴിക്കാൻ പറ്റാത്ത, അത്രയും അങ്ങനെയല്ല. അതല്ല മിഡിൽ ക്ലാസ്, അത് ആദ്യമെങ്കിലും മനസ്സിലാക്കണം. പിന്നെ ഈ മിഡിൽ ക്ലാസ്സിലും പല കാറ്റഗറി ഉണ്ട്. അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, അങ്ങനെയും ഉണ്ട്. എൻ്റെ ഈ ജോലിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് ഓരോ ബ്രാൻഡ്സും അല്ലെങ്കിൽ ഓരോ പേജസും നമുക്ക് അയച്ചു തരട്ടെ, സാധനങ്ങൾ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ട് ആ സാധനങ്ങളെ കൂടെ ക്യാഷും തന്നിട്ടാണ് നമ്മളെ കൊണ്ട് പ്രൊമോഷൻസ് ചെയ്യിക്കുന്നത്. അങ്ങനെ വരുന്ന നിങ്ങൾ കണ്ട പാത്രങ്ങൾ മിക്കവാറും ട്രെൻഡി ഉള്ള പാത്രങ്ങളായിരിക്കും, അതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പാത്രങ്ങൾ കണ്ടിട്ട് ജഡ്ജ് ചെയ്യറ്, അല്ലെങ്കിൽ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങുന്ന കണ്ടിട്ട് ഞാൻ മിഡിൽ ക്ലാസ് അല്ല എന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വരുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും. എനിക്ക് ഇപ്പം കുറേ സാധനങ്ങളിവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ച്, അപ്പോൾ ഞാൻ ഓക്കെ ഭയങ്കര ദൂർത്താക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്ന ആളാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഞാൻ എപ്പോഴും ഹാപ്പി വ്ളോഗ് മാത്രമേ ഷെയർ ആക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കൂലേ ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്ന്. അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഞാൻ എപ്പോഴും എൻ്റെ സങ്കടങ്ങൾ ഒരു വ്ളോഗാക്കിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ഇൻഷാല്ല ചെയ്യൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കും കുറേ സങ്കടങ്ങളും നമുക്കുള്ള ചില പ്രശ്നങ്ങൾ വിചാരിച്ച് ടെൻഷനായിട്ട് നമുക്ക് സന്തോഷം മനസ്സിൽ നിന്ന് ചിരിക്കാന്ന് പറയില്ലേ, അങ്ങനെ ചിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ വന്നിട്ട് ഭയങ്കര നെഗറ്റീവ് ക്യാപ്ഷൻസ് എല്ലാം കൊടുത്തിട്ട് ഞാനൊരിക്കലും അത് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഹാപ്പി വ്ളോഗ്സ് മാത്രമേ ഷെയർ ആക്കുള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ ഞാനെപ്പോഴും ഹാപ്പിയാന്ന് വിചാരിച്ചാൽ അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാൻ പല വ്ളോഗിലും പറയലുണ്ട്, ചില വ്ളോഗേഴ്സിൻ്റെ ലൈഫെല്ലാം എക്സ്പോസ് ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ലേ, അപ്പോൾ ഇവരിങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ, അപ്പോൾ ഇവർ ഇത്രയും കാലം ഹാപ്പിയല്ലേ ഷെയർ ആക്കിയെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലിയിൽ പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്, പക്ഷെങ്കിൽ മനസ്സിലാക്കണം ഇത് ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് വ്ളോഗാണ് ചെയ്യുക. പക്ഷെ ചിലരുണ്ട് എല്ലാം തുറന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ആർക്കെങ്കിലും കുറച്ച് പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്ന ടൈപ്പ് ഓഫ് വ്ളോഗ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റൊന്നുമല്ല. എനിക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടാ, എൻ്റെ വീട് കണ്ടിട്ട് തോന്നുന്നുണ്ടാ ഞാൻ റിച്ച് ആണെന്ന് അല്ല പുവർ ആണെന്ന് തോന്നുന്നുണ്ടാ? അപ്പം ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഞാൻ മിഡിൽ ക്ലാസ്സാണ്. ഞാൻ ഇപ്പവും പറയും, ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പവും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും മിഡിൽ ക്ലാസ് ആയിട്ടാണ്. ഇനിയും അൽഹംദുലില്ലാ എങ്ങനെയൊന്നും ജീവിച്ചു പോയാൽ മതി. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ ആ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ എന്തോ വലിയ തെറ്റ് പറഞ്ഞ പോലെ ആയിപ്പോയി. കുറേ ആളെടുത്ത് എന്തോ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെയെല്ലാം ആയിപ്പോയി. അപ്പം അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല.
ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവ് കമൻസ് ആണ് ഇത്. ഞാനെല്ലാം വായിച്ചിന് ലൈക്കും ചെയ്തിന്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് തന്നെ കുറച്ചാൾ കമൻറ്റിൽ പറഞ്ഞു എനിക്ക് തോന്നി. നാസ്മ, കുഞ്ചൂസ്, പിന്നെ ഫീനു, അങ്ങനെ കുറേ ആളുണ്ടേന്. ഞാൻ കുറച്ചാളെ സ്ക്രീൻഷോട്ട് അതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നോട് എനിക്ക് എന്താ പറയാനുള്ളത് അതന്നെ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. കാണിക്കല്ലേ? റെഡി 1 2 3 പറയാ. റെഡി 1 2 3. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. തൊടണ്ട അവിടെ കിടക്കുന്നുണ്ട്. ആലു പറഞ്ഞ പോലെ തന്നെ ആൻ്റെ ഉപ്പ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു പൂച്ചേനു ഇത്. നാട്ടിൽ വന്ന മുതലേ ആലു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേനു ഒരു പെറ്റിനെ വാങ്ങിത്തരണം എന്ന്. നമ്മൾ ഒമാനിലുള്ള സമയത്ത് പുറത്തുനിന്നൊരു പൂച്ച വരലില്ലേനാ. അപ്പോൾ ഞാൻ അന്നേരം അതിനെ ഉള്ളിൽ ഞാൻ കയറ്റാൻ അധികം വിടലില്ല. അന്നേരം ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും നാട്ടിൽ പോയപാടൊരു പൂച്ചനെ വാങ്ങിത്തരും എന്ന് പറയും. എന്നിട്ട് അങ്ങനെ ഉപ്പ കൊണ്ടു കൊടുത്തേ ഇത്. അല്ല പേടിയാന്നാ പേടിച്ചിട്ടാ. ആ സ്മെല്ല് ചെയ്യുന്നുണ്ട്. എടാ ചൂടുണ്ടോ വെച്ചോ? ചൂടുണ്ടത് എടാ ചൂടുള്ള കൊടുക്കറ പൊള്ളി പോ. ചെറിയ പീസാക്കി കൊടുക്കണം. വലിയ പീസ് തന്നെ പോണം. നക്കുന്നുള്ളൂ എല്ലാ തിന്നാനറിയാം. അപ്പിയെല്ലാം ആല് വരും. ഇന്ന് നോക്കുക. ഇനി ലിറ്റർ ബോക്സ് ആക്കണ്ടേ? അപ്പ ലിറ്റർ ബോക്സ് ആക്കണ്ടേ? ഇനി മറ്റേ ഇത് പൂയെല്ലാം വെച്ചിട്ട് ഒരു വലിയ പൂച്ച ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കുറെ ആൾക്ക് 2 പൂച്ച ഉണ്ടാവും. നമുക്ക് കുറച്ചിങ്ങനെ തോണ്ടിയിട്ടില്ലേ കാണിച്ചു കൊടുക്കാം. ഒന്ന് ജോലി എന്നിട്ട് അതിനോട് അപ്പി ഇടുന്ന് പറയാ. പൂയി കാണുമ്പോ അതിൽ അപ്പി ഇടുമായിരിക്കും അല്ലേ? ഇതിനെ വാങ്ങിയവരുള്ള നമ്മൾ ശരിക്കും ഡിസ്കഷൻ ചെയ്തേനു. അല്ല സോറി, ഇതിനെ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. കാരണം എന്താ പറയുക, ഇതിനെങ്ങനെ ഇതിൻ്റെ മറ്റേ ലിറ്റർ ബോക്സ് എല്ലാം വെച്ചിട്ട് അതിനെങ്ങനെയാണ് പഠിപ്പിക്കുക അല്ല എനിക്കറിയൂല എന്നാ ചെയ്യേണ്ടതെന്ന്. ഇത് കൊണ്ടുവന്ന ദിവസം തന്നെ ഞാൻ രാത്രി ഷൂട്ട് ചെയ്ത ഈ ദിവസം തന്നെ ഞാൻ രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. അത് ഞാൻ ഇടയ്ക്ക് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഫുഡിന് എല്ലാ ഫുഡും ഒന്നും കഴിക്കുന്നുമില്ല. ചിക്കനും മീനെല്ലാം കഴിക്കുന്നുള്ളൂ. ഇതിന് കുഞ്ഞാട്ടാ. ഈ എന്താ പറയുക, അമ്മേൻ്റെ പാൽ കുടിക്കുന്ന പ്രായം ഉണ്ടാവില്ലേ, അത്ര പ്രായമുള്ളൂ. നല്ല രസമുണ്ട്, മാഷാല്ലാ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ പ്രിൻ്റെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ വരയുള്ള പുലി ഉണ്ടാവില്ലേ, വരയും പുലിയില്ലേ, അതേപോലെ ഉണ്ട്. നല്ല വൃത്തിയും നല്ല രസമെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇതിങ്ങനെ ഉള്ളിൽ മൂത്രയിച്ചിട്ടെല്ലാം വെക്കൂലേ, അതുകൊണ്ട് ഉള്ളിൽ കയറ്റാനൊന്നും എന്തായാലും വിടുകയും ചെയ്യില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിലാക്കാന്നല്ലാണ്ട്. പിന്നെ ഇവരിങ്ങനെ നോക്കിക്കഴിഞ്ഞാലില്ലേ, ഇവരോട് കൈയെല്ലാം കഴുകാൻ പറയേണ്ടി വരും. പിന്നെ ഡ്രസ്സിൽ രോമാവും. പിന്നെ തൊട്ടപ്പട് കൈ കഴുകാൻ നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് ഓർമ്മയില്ലാണ്ട് അവരങ്ങനെ തന്നെ നടക്കും. അങ്ങനെ കുറേ ടെൻഷനെല്ലാം ഉണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ വെക്കും, ചിലപ്പോൾ തിരിച്ച് എടുത്തെടുത്ത് തന്നെ കൊണ്ട് കൊടുക്കും നമ്മൾ. പിന്നെ ഇന്ന് നമ്മൾ അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചതാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പരിപ്പും കായും എല്ലാം കൂടിയിട്ട് വെച്ചൊരു കറിയും. നമുക്കധികം പരിപ്പ് തന്നെ ഉണ്ടാവല്, പരിപ്പോ അല്ലെങ്കിൽ മീൻ കറിയോ. ഇടയ്ക്കെല്ലാം മാത്രമേ നമ്മൾ സാമ്പാറെല്ലാം ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. പച്ചക്കായ ഇല്ലേ, അത് ഇട്ട് വെച്ചതാണ്, നേന്ത്രപ്പഴം. പിന്നെ ചോറിന് ഇന്ന് അതും, പിന്നെ നമ്മൾ കൂമ്പ് വറവില്ലേ അതുമാണ് കറി. പിന്നെ ഇന്ന് മീനൊന്നുമില്ല. മീനില്ലെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ വലിയ മൂടുണ്ടാവില്ല. ഒന്നുകിൽ നോർമൽ മീൻ അല്ലെങ്കിൽ ഉണക്ക മീനില്ലേ, അതായാലും മതി. എനിക്ക്
ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ തെരണ്ടിയില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ പൊരിച്ചിട്ട് ചോറ് തിന്നാന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ചോറ് തിന്നു, അല്ലെ ആർക്കും ചോറ് വേണ്ട വരില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഉമ്മ ചിക്കൻ പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചിടെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മളെ ഇന്ന് ഉച്ചക്കത്തെ ചോറും കറിയും. എന്നോട് നാടൻ ചോറിൻ്റെ റെസിപ്പിയെല്ലാം ഷെയർ ആക്കണേ എന്ന് പറയലുണ്ട്. നമുക്ക് അധികം ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, എന്തൊക്കെ ഒരു വറവുണ്ടാവും. വറവിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പരിപ്പ് കറി അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഓലനല്ലേ അതേപോലെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും, പിന്നെ ഒരു പൊരിച്ചതും ഉണ്ടാവും, പിന്നെ കുറേ വെറൈറ്റി കറികളോ കുറേ പച്ചക്കറി അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടാവലില്ല. രാവിലെയും വൈകുന്നേരവും അധികം നോൺ വെജ് തന്നെ ആയിരിക്കും. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് നാടൻ റെസിപ്പി എന്നാ ഷെയർ ആക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടിലാക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. പിന്നെ ഞാൻ ചോറെല്ലാം ഭയങ്കര കുറവ് ക്വാണ്ടിറ്റി ഇപ്പോൾ എടുക്കലുള്ളൂ. പിന്നെന്താ, ഞാൻ നാട്ടിൽ വന്നിട്ട് 3 കിലോളം വെയിറ്റ് കുറഞ്ഞ്. ഞാനിങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് കുറക്കാൻ പറ്റിയേട്ടാ. ആപ്പാ ഞാൻ റെഡിയായി, വേഗം ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് വാ. ഞാനിപ്പോൾ ഒരു ടൈല് നോക്കാൻ പോകല. ഞാൻ ശരിക്കും ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇനിയും ടൈലൊന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ലേന്ന്, പക്ഷെങ്കിൽ എല്ലാം കഴിഞ്ഞിനേനും. പിന്നെയാണ് മനസ്സിലായേ നമ്മൾ 2 സ്ഥലത്തേക്കുള്ള ടൈൽ എടുത്തിട്ടില്ല. കിച്ചണിലും വർക്കിംഗ് കിച്ചണിലും വാളിലേക്കുള്ള ടൈൽ എടുത്തിട്ടില്ലേനും. അത് ലാസ്റ്റോട്ട് എടുക്കുക. ഇപ്പോൾ കൗണ്ടർ ടോപ്പും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നല്ല നമുക്ക് എത്രത്തോളം വേണമെന്നുള്ള അളവ് മനസ്സിലാവും. അങ്ങനെ ആ 2 വാളിലേക്കുള്ള ടൈല് ലാസ്റ്റ് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഫ്ലോറിലല്ലാണ്ട് വേറെ കുറേ സ്ഥലത്ത് ടൈല് വേണ്ട വരുമല്ലേ, അങ്ങനെ അത് കുറച്ച് പണിയാണ്. നാട്ടിലുള്ള സമയത്തില്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ പോയിട്ട് വീടിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കലല്ലേനാ. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ മെയിൻ ഫ്ലോറിൽ മാർബിളാണെങ്കിലും ബാക്കി കുറേ സ്ഥലം ഉണ്ടാവില്ലേ ടൈലെടുക്കേണ്ട. അങ്ങനെ നമ്മൾ ടൈലെടുക്കാൻ വേണ്ടി ബാത്റൂമിൻ്റെ എല്ലാം മുന്നേ പോയിട്ടുണ്ടേനെ. അങ്ങനെ നോക്കി ലാസ്റ്റ് നമുക്ക് പാഷ്യോലും വർക്കിംഗ് കിച്ചണിലും മെയിൻ കിച്ചണിലല്ലേ നമ്മൾ മൊറോക്കൻ ടൈലെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ മൊറോക്കൻ ടൈലെടുക്കുമ്പോൾ നല്ല കൺഫ്യൂഷനേനെ. കുറേ തപ്പി ലാസ്റ്റ് നമ്മൾ എടുത്തത് മൊറോക്കൻ ടൈലല്ല. നമുക്ക് മടുത്തിട്ടില്ലേ, കുറേ നോക്കി അങ്ങനെയല്ലേ കൺഫ്യൂഷനായിട്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു സ്റ്റേജ് എത്താനില്ലേ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പാഷ്യോലോട്ടും വർക്കിംഗ് കിച്ചണിലോട്ടും ഒരു ടൈൽ എടുത്തിട്ട് നോക്കുമ്പോൾ രസമില്ല. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള സിൽവാനിലോട്ടാണ് വന്നത്. ഇവിടെ നടക്കാനേ ഉള്ളൂ, പക്ഷെങ്കിൽ നമ്മൾ വണ്ടിയിൽ വന്നതെന്നേ ഉള്ളൂ. നമ്മൾ സിൽവാനിന്ന് ABC പിന്നെ കമ്മത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റോറില്ലേ അവിടെ നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് ടൈലെടുത്തേനെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വർക്കിംഗ് കിച്ചണിൻ്റെ വാളിലോട്ട് എടുക്കാൻ വന്നേ. വലിയ പീസല്ല, ഇതുപോലെ ബ്രിക്കാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിലെല്ലാം നോക്കുമ്പോൾ കൂടുതലും ബ്രിക്ക് തന്നെ കിച്ചണിലെല്ലാം ഇട്ടിട്ട് രസം തോന്നുന്നു, വലിയ ടൈലല്ലാണ്ട്. അപ്പോൾ ഞാൻ ബ്രിക്ക് ടൈപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഈ ഒരു പാറ്റേൺ ഹൊറിസോണ്ടൽ അല്ലാണ്ട് വേർട്ടിക്കൽ വെച്ച് നല്ല രസം ഉണ്ടാവില്ലേ, പക്ഷെ അതിൽ സ്റ്റോക്ക് ഇല്ലേനു. പിന്നെ അതിലൊരു ഐവറി കളർ വരുന്നൊരു ടൈല്, ചെറിയ ബ്രിക്ക് ടൈല് സെലക്ട് ചെയ്ത് ഓർഡർ കൊടുത്തിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്ന്. പിന്നെ ഇടയ്ക്ക് നല്ല മഴ പെയ്യും, ഇടയ്ക്ക് മഴ ചോരുവേ. ആ സമയത്ത് ഇവർ പുറത്തിറങ്ങി കളിക്കും. നല്ല രസമാണ് മഴ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ ഈ വെള്ളം കയറുന്ന ന്യൂസെല്ലാം കാണുമ്പം പേടിയാവും മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ. പിന്നെ ഇന്നിപ്പം ഞാനില്ലേ ചപ്പാത്തി മാവ് ബാക്കിയുണ്ടേനെ കുറച്ച്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഏതോ ഒരു റീലിൽ കണ്ട ഒരു സംഭവം ഉണ്ടാക്കലാന്നേ. ഒന്നും കറിയൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവം.
ഇത് നമ്മളെ കാരമൽ ദോശയില്ലേ, നമ്മൾ ഗോതമ്പ് മാവ് ദോശ മാവ് പോലെ കുഴച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ചുടുന്ന കാരമൽ ദോശയില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ. അത് ചപ്പാത്തി മാവ് വെച്ചിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യമില്ലേ, ഞാൻ ആരെയും നെഗറ്റീവ് ആയിട്ട് കമൻ്റ് ഇട്ടവരെ ഹേർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇനിയും എന്നോട് വീഡിയോയിൽ പറഞ്ഞു തരണം, ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. എന്താ പറയുക, നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിനെ കൊണ്ട് കാര്യമില്ല, വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും തരുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പേഴ്സണലി ഉള്ള കാര്യമല്ല പറഞ്ഞത്, വീഡിയോയിലെ കോണ്ടൻറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണലുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കൂടി വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരില്ല. പിന്നെ ഞാൻ ഈ ചപ്പാത്തി ഇല്ലേ, സാധാരണ കുറച്ച് ഒരു റൗണ്ടിൽ പരത്തി ഒരു പകുതി പരത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇടുക, എന്നിട്ട് നല്ലോണം പരത്തിയെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് നല്ല ചൂടോടെ തിന്നുമ്പോൾ മാത്രമേ സോഫ്റ്റ് ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഹാർഡായി പോകുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഇതിങ്ങനെ തന്നെ ആണോ എന്ന് അറിയില്ല. സാധാ ചപ്പാത്തിൻ്റെ അത്രയും സോഫ്റ്റ്നെസ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിന്. അതുകൊണ്ട് നിങ്ങളോട് ഇത് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ കാരമൽ ദോശ ട്രൈ ചെയ്തിനാ? അത് സാധാരണ ദോശമാവ് പോലെ ആട്ടപ്പൊടി കുഴച്ചിട്ട് കുറച്ച് ലൂസിൽ കുഴച്ചിട്ട് പരത്തി ചൂടുന്ന ദോശയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ടെടുക്കുന്നതാണ്. അതാണ് ഇതിനേക്കാളും ടേസ്റ്റ്. അല്ലാണ്ട് ഇത് വലിയ രസമൊന്നുമില്ല. പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കും, അല്ലാണ്ട് മസ്റ്റ് ട്രൈ ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സൈഡിലും നെയ്യ് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ച പോലെ അത്ര രസമായിട്ട് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഞാൻ റെസിപ്പീസൊന്നും ഷെയർ ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വ്ളോഗിൽ ഞാൻ കുറച്ച് അധികം റെസിപ്പീസ് ഷെയർ ആക്കി തരാം, ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങളുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ല. പിന്നെ ഇതിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ചൂടോടെ കാസറോളിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം, എന്നാൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു പഞ്ചസാര ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ചപ്പാത്തിയിൽ അത്ര സെറ്റാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരെല്ലാം ചെയ്യുമെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ടാണ്, ഇന്നൂന് വലിയ ഇഷ്ടമായിട്ടില്ല, ആലുവിന് ഇഷ്ടപ്പെട്ടാണ്. ആലുവിന് ചില ഐറ്റംസെല്ലാം ഇങ്ങനെ പച്ചക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ഇവരും പറയുന്നുണ്ട് ഇത് കുറച്ച് ഹാർഡാണെന്നല്ലോ, അത്ര സോഫ്റ്റ് അല്ലല്ലോ എന്നെല്ലാം. ഇതേപോലെ എനിക്ക് ശരിയാവാത്ത റെസിപ്പീസെല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ അത് ചിലത് ഞാൻ കാണിക്കലില്ലേ വീഡിയോയിൽ, നിങ്ങൾ ട്രൈ ആക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇതും ഞാൻ മസ്റ്റ് ട്രൈ എന്നൊന്നും പറയില്ല, ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.